തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ നിയമപരമായി നീങ്ങുമെന്ന് കെ മുരളീധരൻ. വോട്ട് തിരിച്ചു കിട്ടിയാൽ വൈഷ്ണ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും മുരളീധരൻ പറഞ്ഞു. കണ്ണൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ CPM സ്ഥാനാർത്ഥിയെ മാറ്റിയതിൽ പ്രാദേശിക ഘടകത്തെ സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചു. തെറ്റായ മേൽവിലാസം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി CPM നൽകിയ പരാതിയിലാണ് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെ നിയമപരമായി നീങ്ങുകയാണ് കോൺഗ്രസ്. മുട്ടടയിൽ മരിച്ച ഒരാളുടെ വോട്ട് പോലും നീക്കിയിട്ടില്ലെന്നും ജീവിച്ചിരിക്കുന്ന ആൾക്ക് അവിടെ വോട്ടില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. നിങ്ങൾ ഈ കേരളത്തിൽ ഇതുവരെ മരിച്ച മുഴുവൻ പരേതാത്മാക്കളുടെ പേരിൽ കള്ളവോട്ട് ചെയ്താലും ഈ പാർട്ടി ഇത്തവണ കേരളത്തിൽ നിലം തൊടാൻ പോകുന്നു. കണ്ണൂർ ആന്തൂർ നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നതിൽ പ്രാദേശിക ഘടകത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. ആളുകളിലേക്ക് കടക്കുന്നതിൽ നല്ല ദൗർബല്യമുണ്ട് എന്നുള്ളത് ഞാനിന്ന് പത്രത്തിലാ വായിച്ച്. ഞാനിപ്പോൾ വേറൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. എത്ര പ്രാവശ്യം പറഞ്ഞാണ് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീട് കാരണം, മുഴുവൻ വീടും കാരണം. ആന്തൂർ നഗരസഭയിലെ ബക്കളം ഡിവിഷനിലേക്കുള്ള ജബ്ബാർ ഇബ്രാഹിമിനെയാണ് പേരില്ലാത്തതിനാൽ മാറ്റിയത്. TV പ്രേമരാജനാണ് പുതിയ സ്ഥാനാർത്ഥി. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.